അപ്പോൾ നമ്മുടെ മന്ത്രിയോ? എറിഞ്ഞതും മന്ത്രി ബുദ്ധൂസ് ഓടിക്കളഞ്ഞു. മന്ത്രി കാരണം എനിക്കും എന്റെ കുടുംബത്തിനും രാജ്യത്ത് ജീവിക്കാൻ വയ്യാതായി. ആ മണ്ടനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം രാജൻ. മണ്ടത്തരം പറയാതെ കാക്കേ. നമ്മുടെ മന്ത്രി ബുദ്ധിമാനായത് കൊണ്ടല്ലേ തേനീച്ച കൂടിനിട്ട് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞത്. മണ്ടനായിരുന്നെങ്കിൽ അവിടെ നിന്ന് കുത്തുമേടിക്കില്ലായിരുന്നില്ലേ? ബുദ്ധൂസ് ശരിക്കും ഒരു ജീനിയസാ. ഇതാണ് പൊതുജനത്തിന്റെ കുഴപ്പം. ജീനിയസുകളെ തിരിച്ചറിയാൻ അവർ വൈകും. രാജാവ് സ്വയം പഠിച്ചോളും എന്ന് പറഞ്ഞ് കാക്കയും പറന്നുപോയി. ഇങ്ങനെ പലരും മന്ത്രി ബുദ്ധൂസിനെ പറ്റി രാജാവിന്റെ അടുത്ത് പരാതിയുമായി എത്തി. പക്ഷേ തന്റെ പ്രിയ മന്ത്രിയെ മാറ്റാൻ രാജാവ് തയ്യാറായില്ല. ഒരു ദിവസം രാജാവ് തന്റെ ചാരുകസേരയിൽ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ രാജാവിന്റെ തലയ്ക്ക് ചുറ്റും ഒരു വണ്ട് പറന്ന് കളിച്ചുകൊണ്ടേയിരുന്നു.